ശാസ്ത്രത്തിൽ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് PCOSനെ അഡ്രസ്സ് ചെയ്യുന്നത് എന്ന് നോക്കാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ. ആയുർവേദത്തിൽ നമ്മൾ PCOS അല്ലെങ്കിൽ PCODനെ പുഷ്പഗ്നി എന്നാണ് പറയുന്നത്. അവിടെ കോമൺ ആയിട്ട് നമ്മൾ മോഡേണിലെ പോലെ തന്നെ അമിനോറിയ, ഒബേസിറ്റി, ഹിസോട്ടിസം ഒക്കെയാണ് ഇതിലും കോമൺ ആയിട്ട് പറയുക. സ്ഥൂല ഗൗരവംശഗന്ധ, നഷ്ടാർത്ഥവും അല്ലെങ്കിൽ ആർത്തവക്ഷയം ഒക്കെ ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നുണ്ട്. ഇനി ഇതിൽ നമ്മൾ എങ്ങനെയാണ് ആയുർവേദത്തിലെ ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ ഇതിന് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ദോഷാസിനൊക്കെ അനുസരിച്ചിരിക്കും. മോസ്റ്റ്ലി പിത്ത പ്രഡോമിനൻ്റ് ആണ്, അതുപോലെ തന്നെ വാദത്തിൻ്റെയും കഫത്തിൻ്റെയും ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കും. വാദദോഷം അഗ്രവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് അനുഭവപ്പെടാം. അതുപോലെ പിത്തത്തിൻ്റെ ഒരു കൂടുതലാണ് എങ്കിൽ അതുപോലെ ആഗ്നേ, അതുപോലെ ഹെയർ ഫോൾ ഉണ്ടാവാം. കഫമാണെങ്കിൽ ഒബേസിറ്റി, വെയിറ്റ് ഗെയിനൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മളിതിനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ്ലി നമ്മൾ അഗ്നീനെ കൂട്ടാനുള്ള മെഡിക്കേഷൻസാണ് കൊടുക്കുന്നത്. ദെൻ കഫവാത ശമനമായിട്ടും അതുപോലെ നമ്മുടെ ആർത്തവജനനം, നമ്മളെ പീരീഡ്സ് ഒന്ന് കറക്റ്റ് ആവാനുള്ള മെഡിസിൻസാണ് കൊടുക്കുന്നത്. അങ്ങനെ ആയുർവേദത്തിൽ നമ്മളിതിനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും അതുപോലെ തന്നെ അതായത് ഡയറ്റ് കറക്റ്റ് ചെയ്യുകയും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും അതുപോലെ തന്നെ നമ്മൾ ആഹാരം അതുപോലെ വിഹാരം ഒക്കെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ നോർമലൈസ് ചെയ്യുന്നത് ഈ ഒരു കണ്ടീഷനെ. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ട് എങ്കിൽ DM ചെയ്യാവുന്നതാണ്. പേഴ്സണൽ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.